ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ നാളായാലും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പനിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? നല്ല കാറ്റുള്ള ഒരു ദിവസമാണ് കേട്ടോ. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. ഇനി നമ്മുടെ പിള്ളേർക്കുള്ള ഹോർലിക്സ് സാധാരണ ബൂസ്റ്റ് കേട്ടോ, പക്ഷേ ഇന്ന് ഹോർലിക്സേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവേ. അങ്ങനെ ചേട്ടായിക്കുള്ള ചായ, ഡൂഡിക്കുട്ടനുള്ള പാല്, ഇതൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഹോർലിക്സ് അവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ചേട്ടായിക്കുള്ള ചായ റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളൊരു ആലോചനയാണല്ലോ. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടി എടുത്ത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പുട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. അജ്മിയുടെ നല്ല പുട്ടുപൊടി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് പുട്ടിനെ. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് പുട്ടിനൊക്കെ നനയ്ക്കുവാണേ. പൊതുവേ എനിക്കങ്ങനെ രാവിലെ പുട്ട് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലേ. പിന്നെ ഇന്നലെ പച്ചരി വെള്ളത്തിലിടാൻ മറന്നുപോയി. അതുമല്ല, പിള്ളേർക്ക് ഇന്ന് ലഞ്ചിന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ചായക്ക് കടിയും കറിയും പിന്നെ ബിരിയാണി എല്ലാം കൂടെ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സവോളയൊക്കെ പൊളിച്ച് പിന്നെ ഇഞ്ചിയും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ. അപ്പോൾ ഡൂഡിക്കുട്ടൻ ഏൽക്കുമ്പോഴത്തേക്കും ചടപട ചെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. കാരണം ഡൂഡിക്കുട്ടൻ ഏത് മൂഡിൽ ഏറ്റി വരുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ചതച്ചെടുക്കുവാണേ. ഇതൊക്കെ ചതച്ച് വന്നപ്പോഴത്തേക്കും ഡൂഡ് എഴുന്നേറ്റേ. അങ്ങനെ ഡൂഡ് രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരോട് ഇരുന്ന് കുറേ നേരമൊക്കെ കളിക്കുവേ. അങ്ങനെ ചേട്ടായിമാർ രണ്ടുപേരും അവിടെ വന്ന് പല്ല് തേക്കുക കേട്ടോ. എമ്മാനും ബേബിക്കുണ്ണും രാവിലെ അവിടെ പല്ല് തേയാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പഠിക്കാനൊക്കെയുള്ള അവിടെ ഇരുന്ന് പഠിക്കുവേ. ആ നേരത്തെ ഞാൻ പുട്ടൊക്കെ റെഡിയാക്കി പുട്ടൊക്കെ കുറ്റിയിലോട്ടിട്ട് അടുപ്പിലോട്ട് വെക്കുവാണേ. എമ്മാനും എനിക്കും വല്ല പുട്ടും ചിക്കൻ കറിയൊക്കെയാണ് പിന്നെ താല്പര്യമുണ്ട് കേട്ടോ. പഴത്തോട് അത്ര താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ പുട്ടും പഴവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഹെൽത്തിയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അങ്ങനെ അത് റെഡിയായി. നമ്മുടെ പിള്ളേർക്കുള്ള നല്ല ചൂട് തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. ഇനി അവർ സ്കൂളിൽ പോകാനൊക്കെയുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അങ്ങനെ എമ്മാനുൻ്റെ വണ്ടി ആദ്യം വരുന്നത്. എമ്മാനുക്കുട്ടൻ ഒരുങ്ങി റെഡിയായി നിൽക്കുവാണേ. അപ്പോഴും പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ, നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ട് വലിഞ്ഞ്. അപ്പം ഡൂഡു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെ ഓടിക്കളിയാണ് കേട്ടോ. എമ്മാനുവിനെ വിടുന്ന നേരത്ത് ഡൂഡുവിൻ്റെ പ്രധാന പരിപാടി. ഡൂഡുവിൻ്റെ അടുത്ത് എപ്പോഴും ഒരു കണ്ണ് വേണം ഇപ്പോൾ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പേര നിറച്ചും കായ്ച്ച് നിൽപ്പുണ്ടേ, കണ്ടോ. അങ്ങനെ എമ്മാനുവിൻ്റെ വണ്ടി വരുന്നോടം വരെ അവിടെ നിന്ന് പേരക്കയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും വണ്ടി വന്ന് നമ്മുടെ എമ്മാനുക്കുട്ടൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഒരു സ്മൂത്ത് റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് വേണ്ടിയുള്ളൊരു സ്മൂത്തിയാണേ. അങ്ങനെ സ്മൂത്തിയൊക്കെ റെഡിയാക്കിയേ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ബേബിക്കുട്ടന് പോയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സ്മൂത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് കൊച്ചിനെ നോക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ പണികളൊക്കെ കഴിയും. നമ്മുടെ ബേബിക്കുട്ടന് പോകാൻ ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ടേ. ഇതുണ്ട് സപ്പോർട്ടേ കായ്ച്ചേക്കുന്നത് നിറച്ചുകൊണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകൽ ബാക്കിയുണ്ടാകും കേട്ടോ. അങ്ങനെ വേഗം പാത്രമൊക്കെ കഴുകി പിന്നെ മിഷീനകത്ത് തുണി ഇട്ടുകൊണ്ട് പിന്നെ അത് വിരിച്ചിടാനേ ഉള്ളേ. അങ്ങനെ അതൊക്കെ വിരിച്ചിടും കേട്ടോ. അപ്പം ബേബിക്കുട്ടൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഡൂഡു ഉറങ്ങിക്കോളുവേ. പിന്നെ ഡൂഡി ഉറങ്ങിയേക്കുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിയും. പിന്നെ രാവിലെ തന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആകുന്നതുകൊണ്ട് അങ്ങനെ എല്ലാം ഓക്കെ ആയിക്കോളുവേ. പിന്നെ കുറച്ച് റബ്ബർ പാൽ എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോമൊക്കെ എടുത്താണ് നിൽക്കുകൊണ്ട് ഡൂഡു എൻ്റെ കൂടെ എവിടെയോ വരാനായിട്ട് സന്തോഷത്തോടെ കയറിയിരിക്കുകയാണ് തോളയിൽ. അങ്ങനെ പോകുന്ന വഴിക്ക് എലൈറ്റിൻ്റെ ഒരു വനില ഫ്ലേവറുള്ളൊരു കേക്ക് വാങ്ങിച്ചു കേട്ടോ. ഒരു സുന്ദരി കണ്ടോ നമ്മളെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ റോഡ് പണി നമ്മുടെ വീടിൻ്റെ മുന്നിൽ വരെ എത്തിയായിരുന്നു കേട്ടോ. നല്ല പൊടിയായിരുന്നേ. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് എമ്മാനും സ്കൂൾ വിട്ട് വരാനായപ്പോഴത്തേക്കും പിന്നെ ചായയൊക്കെ റെഡിയാക്കി. ചായക്ക് ഇന്ന് കഴിക്കാനായിട്ട് ബന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറൊന്നും ആക്കിയില്ലായിരുന്നേ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്ന് ചായ കുടിക്കാനുള്ള തിരക്കാണേ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ ചായയിൽ ബെന്ന് മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ല ചൂട് ചായയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നത് ഊതി ആസ്വദിച്ച് കുടിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ഇനി അടുത്തത് പിള്ളേരെ പഠിപ്പിക്കാനുള്ള പരിപാടി. തുണി പറക്കണം. അങ്ങനെ തുണി പറക്കി പിന്നെ അതൊക്കെ മടക്കി വെക്കണം. അങ്ങനെ അതിനൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പിന്നെ പിള്ളേരുടെ കുളിയും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയി കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് ബർഗർ പാരഡൈസിൽ പോയി കേട്ടോ. കുറേ നാളായിരുന്നു ഫലൂദ കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിട്ടെ. കാരണം മക്കൾക്ക് പനി ആയതുകൊണ്ട് അങ്ങനെ ഫലൂദയൊന്നും കഴിക്കാൻ പോക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയത് ബർഗർ പാരഡൈസിലാണേ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ അല്ലേ. അവിടെ വെറൈറ്റി കേക്കുകളുണ്ടായിരുന്നു, അതുപോലെ മൂസ് ഉണ്ടായിരുന്നു,
പേസ്ട്രി ഉണ്ടായിരുന്നു, നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഡൂഡു ഒന്നും അറിയാതെ നല്ല ഉറക്കം കേട്ടോ, പാവം. അങ്ങനെ ഞങ്ങളെല്ലാവരും സീറ്റ് പിടിച്ചു കേട്ടോ. ആദ്യം തന്നെ മൂസാണ് ഓർഡർ ചെയ്തത്. വനില ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വലിയ സ്റ്റൈലിൽ ഞാൻ മൂസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കിതിൻ്റെ പേരറിയത്തില്ലായിരുന്നു കേട്ടോ. കടയിലെ ചേട്ടനാണേ പറഞ്ഞു തന്നെ. ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മുടെ ഫലൂദ വന്നു കേട്ടോ. ഇവരുടെ ഫലൂദ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി സേമിയൊക്കെ ഉണ്ട്, പിന്നെ നല്ല നട്ട്സൊക്കെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഫലൂദയാണേ. അങ്ങനെ ഞാനും ബേബിക്കുട്ടനും ചേട്ടായും ഫലൂദയാണ് ഓർഡർ ചെയ്തത്. എമ്മാനും ആണെങ്കിൽ നഗറ്റ്സിൻ്റെ ഒരു റാപ്പാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് എമ്മാനും ഫലൂദ കഴിക്കാതെ മാറിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എമ്മാനുവിൻ്റെ ഫുഡ് വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡൂഡു ഉറക്കം തെളിഞ്ഞു കേട്ടോ. പിന്നെ ഡൂഡുവിനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്ത് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും അതിനോടുള്ള മൽപ്പിടുത്തമായി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ച് ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.